മക്കളെ നമസ്കാരം. നമ്മൾ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറത്തിലേക്കാണ് കയറുന്നത്. വിറ്റലി തിയറം 17 നമ്മളോട് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് നോൺ മെഷറബിൾ സെറ്റാണ്. അതായത് പി ഓഫ് ആറിലുണ്ട്, സ്ക്രിപ്റ്റ് എമ്മിൽ ഇല്ലാത്തൊരു സെറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ തിയറം എക്സിസ്റ്റൻസ് ഓഫ് നോൺ മെഷറബിൾ സെറ്റാണ്. അതിപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. Any set E of real numbers with the positive outer measure contain a subset that fails to be measurable. അതായത് ഏത് പോസിറ്റീവ് ഔട്ടർ മെഷറുള്ള സെറ്റിനുള്ളിലും ഒരു നോൺ മെഷറബിൾ സെറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഓപ്പണിംഗ് റോൾ 0-1, അതിൻ്റെ മെഷർ 1 ആണ്. അതിനുള്ളിലൊരു നോൺ മെഷറബിൾ സെറ്റ് ഉണ്ട്. ഓപ്പണിംഗ് റോൾ 0-1/2 അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എടുക്കുക, അത് പറ്റില്ല. കാരണം റാഷണൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ മെഷർ 0 ആണ്, അത് ഓൾറെഡി മെഷറബിളാണ്, അത് വർക്കാവില്ല. പോസിറ്റീവ് മെഷർ വേണം. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എടുത്താൽ അതിൻ്റെ മെഷർ പോസിറ്റീവാണ്. അപ്പോൾ അതിനുള്ളിലും എന്തുണ്ടാവും? അങ്ങനെ ഏത് പോസിറ്റീവ് മെഷറുള്ള സെറ്റിനുള്ളിലും ഒരു നോൺ മെഷറബിൾ സെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തെ തൂണിലും തുരുമ്പിലൊക്കെ കണ്ടുപിടിക്കുന്ന പോലുള്ള ഒരു പ്രൊസീജിയർ പോലെയാണ് എല്ലായിടത്തും നമുക്കിങ്ങനെ കാണാൻ പറ്റും. പോസിറ്റീവ് ആയിരിക്കണം, പക്ഷേ അത് നമ്മുടെ തോട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാം എന്ന് പറയുന്നത് പോലെ പോസിറ്റീവ് ഔട്ടർ മെഷറുള്ള ഏതൊരു സെറ്റിനുള്ളിലും ഒരു നോൺ മെഷറബിൾ സെറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ഞാൻ ആദ്യം എൻ്റെ സെറ്റ് ചൂസ് ചെയ്യുന്നത് ബൗണ്ടഡ് സെറ്റായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ബൗണ്ടഡ് സെറ്റ് വിത്ത് എം സ്റ്റാർ ഓഫ് ഇ പോസിറ്റീവ്. എന്തിനാണ് ബൗണ്ടഡ് സെറ്റ് എടുത്തത്? അൺബൗണ്ടഡ് സെറ്റ് എടുത്താൽ പ്രൂവ് ചെയ്യുന്നതിന് പകരം ബൗണ്ടഡ് എടുത്താൽ മതി. കാരണം ഏതൊരു അൺബൗണ്ടഡ് സെറ്റിൻ്റെ ഉള്ളിലും ബൗണ്ടഡ് സെറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അൺബൗണ്ടഡ് സെറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ബൗണ്ടഡ് സെറ്റ് എടുത്തു. അപ്പോൾ ലെറ്റ് ഇ ബി എ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആർ വിത്ത് എം സ്റ്റാർ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ 0. എന്തുകൊണ്ട് എം സ്റ്റാർ എടുത്തത്? കാരണം നമ്മൾ എം എന്നെടുക്കുകയാണെങ്കിൽ തന്നെ ഓൾറെഡി അത് മെഷറബിളായി. മെഷറബിൾ സെറ്റിൻ്റെ സബ്സെറ്റൊക്കെ അഗൈൻ മെഷറബിളായിരിക്കും. അപ്പോൾ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. മെഷറബിൾ സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റും മെഷറബിൾ ആവണമെന്നില്ല കേട്ടോ, സോറി. കാരണം ഇപ്പോൾ ഓപ്പണിംഗ് റോൾ 0-1 മെഷറബിളാണ്, അതിൻ്റെ മെഷർ പോസിറ്റീവാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലും എന്തുണ്ട്? നോൺ മെഷറബിൾ സെറ്റുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൗണ്ടഡ് സെറ്റാണെന്ന് തന്നിട്ടുണ്ട്. എം സ്റ്റാർ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ 0. അത് എം ഓഫ് ഇയും ആവാം, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. മെഷറബിൾ ആയതുകൊണ്ടൊന്നും പ്രത്യേക പ്രശ്നമൊന്നുമില്ല നമുക്ക്. പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് ആര് ഒളിഞ്ഞിരിക്കുന്നത്? നോൺ മെഷറബിൾ സെറ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഈസ് അൺകൗണ്ടബിൾ ആൻഡ് ബൗണ്ടഡ് സെറ്റ് വിത്ത് മെഷർ ഓഫ്. ഇപ്പോൾ ഈ അൺകൗണ്ടബിൾ ആയിരിക്കും, കാരണം ഈ കൗണ്ടബിൾ ആണെങ്കിൽ മെഷർ പോസിറ്റീവ് ആവില്ല, മെഷർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും, പ്രത്യേകം ഓർക്കുക. ഇനി ഇപ്പോൾ ഈ ബൗണ്ടഡ് ആണ് തന്നിട്ടുണ്ട്, അതിൻ്റെ പോസിറ്റീവ് മെഷറാണ്. പോസിറ്റീവ് മെഷർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അൺകൗണ്ടബിൾ ആണ്, നമുക്ക് മനസ്സിലായി. ഇനി ഇതിനുള്ളിലൊരു ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യണം. തൊട്ട് മുകളിൽ ചെയ്തിട്ടുള്ള ടിൽഡ നൊട്ടേഷൻ, എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് മൈനസ് വൈ ഈസ് എ റാഷണൽ നമ്പർ. സ്വാഭാവികമായിട്ട് അത് ഇക്വാലൻസ് റിലേഷൻ ഫോം ചെയ്യും. അതിൽ ഇക്വാലൻസ് ക്ലാസസ് കിട്ടും. ആ ക്ലാസസിൻ്റെ കളക്ഷൻ ഇ ക്യാൻ ബി റിട്ടേൺ എസ് യൂണിയൻ ഓവർ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ക്ലാസ് എക്സ് തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ചോയ്സ് സെറ്റ് ചൂസ് ചെയ്യാം. സി എന്ന് പറയുന്ന ചോയ്സ് സെറ്റ്. സിയുടെ പ്രത്യേകത ഓരോ ഇക്വാലൻസ് ക്ലാസ്സിൽ നിന്ന് ഓരോ പോയിൻ്റ് എടുക്കും. എക്സാക്ട്ലി 1 പോയിൻ്റ് ഈസ് ടു ബി ടേക്കൺ ഫ്രം ഈച്ച് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് എടുക്കുള്ളൂ ഒരു ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ നമുക്ക് എത്ര ക്ലാസ് ഉണ്ടോ അത്രയും പോയിൻ്റ് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, ഇനി സിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. സിയുടെ പ്രത്യേകത ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പോയിൻ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞു. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഇൻ സി ആണെങ്കിൽ എക്സിൻ്റെ ക്ലാസ്സും വൈയുടെ ക്ലാസ്സും ഡിഫറൻ്റ് ആയിരിക്കും. എക്സിൻ്റെ ക്ലാസ്സും വൈയുടെ ക്ലാസ്സും ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസ് നോട്ട് എ റാഷണൽ. അതുപോലെ ഇയിൽ ഏത് പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിൻ്റ് സിയിലുണ്ടാവും. ആ സിയുടെ പോയിൻ്റിൻ്റെ ക്ലാസ്സിലായിരിക്കും എക്സ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലാസ് സി എന്ന് പറഞ്ഞർത്ഥം എക്സ് മൈനസ് സി ഈസ് എ റാഷണൽ നമ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാം ഈ സിയുടെ പ്രത്യേകത. സിയിൽ കുറേ പോയിൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇയെ ഞാൻ അൺകൗണ്ടബിൾ സെറ്റാണ് ഇ. ഇനി റാഷണൽ ഇക്വാലൻസ് റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് മൈനസ് വൈ ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവർ ഇപ്പോൾ എക്സും വൈയും ഒരേ ക്ലാസ്സിലാണ്. ക്ലാസ് എക്സ് ഈക്വൽ ടു ക്ലാസ് വൈ ഇഫ് ആൻഡ് ഓൺലി എക്സ് മൈനസ് വൈ ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ രണ്ട് ക്ലാസ്സും സെയിം ആവണമെങ്കിൽ അവർ നമ്മുടെ ഡിഫറൻസ് റാഷണൽ നമ്പർ ആയിരിക്കണം. പക്ഷേ റാഷണൽ നമ്പേഴ്സിൻ്റെ എണ്ണം കൗണ്ടബിൾ ആയതുകൊണ്ട് ആ ക്ലാസ്സിലുള്ള പോയിൻറ്റ്സുകളുടെ എണ്ണം കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കോളേജിൽ കുറേ ക്ലാസ്സുകളുണ്ട്, ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൗണ്ടബിൾ ആണെന്ന് ആലോചിക്കുക കേട്ടോ, കൗണ്ടബിൾ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോളേജിലെ മൊത്തം കുട്ടികളുടെ എണ്ണം നമുക്ക് നമ്മളെ സിയുടെ പ്രത്യേകത നോക്കാം അല്ലേ. അപ്പോൾ ഇനി സി എന്ന് പറയുന്ന സെറ്റ് അൺകൗണ്ടബിൾ ആണ്. ഓൾറെഡി ഇ എന്ന് പറയുന്ന സെറ്റ് അൺകൗണ്ടബിൾ ആണ്.
ഈ അൺകൗണ്ടബിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ്സിലെ എണ്ണവും കൗണ്ടബിളുമാണ്. ഈ അൺകൗണ്ടബിളുമാണ്. ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം, അതായത് കോളേജിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം അൺകൗണ്ടബിളും ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൗണ്ടബിളുമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ക്ലാസ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ക്ലാസ് തന്നെയാണെങ്കിൽ നമുക്ക് ഹോൾ കോളേജിലെ കുട്ടികളുടെ എണ്ണം കിട്ടാൻ എന്താ ചെയ്താൽ മതി? കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്. കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് പക്ഷേ കൗണ്ടബിളാണ്. അപ്പോൾ കോളേജിലെ കുട്ടികളുടെ എണ്ണം കൗണ്ടബിളായി മാറും. അത് കോൺട്രഡിക്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇയിലെ പോയിൻറ്റുകളുടെ എണ്ണം അൺകൗണ്ടബിളും ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം കൗണ്ടബിളും ആയതുകൊണ്ട് ക്ലാസ്സുകളുടെ എണ്ണം, നമ്പർ ഓഫ് ക്ലാസ്സസ് മസ്റ്റ് ബി അൺകൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മനസ്സിലായത് ക്ലാസ്സുകളുടെ എണ്ണം അൺകൗണ്ടബിളാണ്. ഓരോ ക്ലാസ്സിൽ നിന്ന് ഒരാളെയാണ് സിയിലേക്ക് ചൂസ് ചെയ്യുള്ളൂ. എത്ര ക്ലാസ്സുകളുണ്ട്? ദർ ആർ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിയിൽ എത്ര പോയിൻ്റ് ഉണ്ട് ചോദിച്ചാൽ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സ് സിയിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സിയിലെ പോയിൻറ്റുകളുടെ എണ്ണം അൺകൗണ്ടബിൾ ആണെന്ന് മനസ്സിലായി. ഈ സി എന്തായാലും ഇയുടെ സബ്സെറ്റ് തന്നെയായിരിക്കും. കാരണം ഇയിലുള്ള ഓരോ ക്ലാസ്സിൽ നിന്ന് ഒരാളെ വെച്ച് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിയിൽ. അപ്പോൾ സി സ്വാഭാവികമായിട്ട് ഒരു അൺകൗണ്ടബിൾ സെറ്റാണ്, അത് ഇയുടെ സബ്സെറ്റുമാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഈ സിയാണ് നമ്മളെ ഗോൾ, അതായത് നോൺ മെഷറബിൾ സെറ്റ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സി അൺകൗണ്ടബിൾ ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു റാഷണൽ കളക്ഷൻ എടുക്കാൻ പോവാണ്. ലാംഡ സബ്സെറ്റ് ഓഫ് ക്യൂ സച്ച് ദാറ്റ് കളക്ഷൻ ലാംഡ പ്ലസ് സി ഡിസ്ജോയിൻറ്റ്. തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു അൺകൗണ്ടബിൾ സെറ്റ് സി നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ഏതൊരു സെറ്റിനെയും നമുക്കിങ്ങനെ ലാംഡ എന്ന് പറയുന്ന കളക്ഷൻ ഉപയോഗിച്ച് ഡിസ്ജോയിൻ്റ് ആക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് ലാംഡ നോട്ട് ബി എ ബൗണ്ടഡ് കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് ലാംഡ നോട്ട് സബ്സെറ്റ് ഓർ ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ -2b 2b. ഇപ്പോൾ ലാംഡ നോട്ട് എന്ന് പറയുന്നത് കുറേ റാഷണൽ നമ്പേഴ്സാണ്. ഏത് ഇൻ്റർവലിനുള്ളിൽ? ക്ലോസ് ഇൻ്റർവൽ -2b 2b. ഈ ക്ലോസ് ഇൻ്റർവൽ -2b 2b എങ്ങനെ കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓൾറെഡി ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇൻ്റർവലിനുള്ളിലായിരിക്കും. ആ ഇൻ്റർവലിൽ ഞാൻ -b എന്ന് ചൂസ് ചെയ്തു. ഇപ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0 1 തന്നെ എനിക്ക് ക്ലോസ് ഇൻ്റർവൽ -1 എടുക്കാം. കാരണം ക്ലോസ് ഇൻ്റർവൽ 0 1 ഓൾറെഡി -1 1 അപ്പോൾ -b ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ റാഷണൽ കളക്ഷൻ എടുക്കുന്നത്, ലാംഡ നോട്ട് എടുക്കുന്നത് ക്ലോസ് ഇൻ്റർവൽ -2b 2bയിൽ നിന്ന് എടുക്കണമെങ്കിൽ എപ്പോഴാണ് ചൂസ് ചെയ്യുക? ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് -b ആകുമ്പോഴാണ് ഡബിൾ ചെയ്തിട്ടെടുക്കുക. അതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഈ സി നോൺ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ പറയുകയാണ് സി മെഷറബിൾ ആണ്. ഇഫ് സി മെഷറബിളുമാണ് അൺകൗണ്ടബിളുമാണ്, മെഷറബിളുമാണ് അൺകൗണ്ടബിളുമാണ്. ഇനി ലാംഡ നോട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ക്ലോസ് ഇൻ്റർവൽ -2b 2bക്ക് ഉള്ളിലുള്ള റാഷണൽ നമ്പേഴ്സാണ്. -2b 2b ഒരു ബൗണ്ടഡ് സെറ്റാണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ലാംഡ നോട്ട് ഇവിടെ ബൗണ്ടഡുമാണ്, കൗണ്ടബിളി ഇൻഫിനിറ്റുമാണ്. കാരണം ഏത് ഇൻ്റർവലിനുള്ളിലുള്ള റാഷണൽ നമ്പേഴ്സിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ലാംഡ നോട്ട് ബൗണ്ടഡ് ആണ്, കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ കളക്ഷൻ ലാംഡ പ്ലസ് സി ഡിസ്ജോയിൻ്റായി മാറും. കാരണം തൊട്ട് മുന്നേ നമ്മളൊരു തിയറം ലെമ്മ 16 പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ജോയിൻ്റായി മാറും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഡ പ്ലസ് സി ഡിസ്ജോയിൻ്റ് തൊട്ട് മുന്നേ റിസൾട്ടിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഈ സീസ് എന്ന് പറയുന്നത് ഡിസ്ജോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ ഉപയോഗിച്ചിട്ട് ലാംഡ പ്ലസ് സി ഡിസ്ജോയിൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഡ പ്ലസ് സി ഡിസ്ജോയിൻറ്റുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെമ്മ 16 പ്രകാരം മെഷർ ഓഫ് സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ മെഷർ ഓഫ് ഇ എന്ന പേരാണ് നമ്മൾ എടുത്തിരുന്നത്, ഇവിടെ മെഷർ ഓഫ് സി 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ലെമ്മ 16 പ്രകാരം മെഷർ ഓഫ് സി 0 ആണെന്ന് മനസ്സിലായി. ഈ സി അൺകൗണ്ടബിൾ ആണ്, അതിൻ്റെ മെഷർ 0 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നൗ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഈക്വൽ ടു മെഷർ ഓഫ് ദി യൂണിയൻ ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി അല്ലേ. എം സ്റ്റാർ എമ്മും ഇവിടെ ഈക്വൽ ആണ്. കാരണം സിയുടെ മെഷർ 0 നമുക്ക് കിട്ടി. മെഷർ ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഓരോ സെറ്റും മെഷറബിൾ സെറ്റായിരിക്കും, എൻ്റെ യൂണിയനും എന്ത് തന്നെയായിരിക്കും? മെഷറബിൾ ആയിരിക്കും അല്ലേ, മെഷറബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സി മെഷറബിൾ ആണെന്ന് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സി മെഷറബിൾ ആണെങ്കിൽ ആ കളക്ഷൻ ലാംഡ പ്ലസ് സി ട്രാൻസ്ലേറ്റ് ഓഫ് മെഷറബിൾ സെറ്റ് അഗൈൻ മെഷറബിൾ ആയിരിക്കും. ദർ യൂണിയൻ ഈസ് മെഷറബിൾ. മെഷറബിൾ ആണെങ്കിൽ എം സ്റ്റാർ എമ്മും ഈക്വൽ ആയിരിക്കും. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു സമേഷൻ. കാരണം ഡിസ്റ്റോയിൻ്റ് ആയതുകൊണ്ട് കൗണ്ടബിൾ അഡിറ്റിവിറ്റി അപ്ലൈ ചെയ്യാം, മെഷറിന് അപ്ലൈ ചെയ്തു. ഇനി ട്രാൻസ്ലേറ്റ് ഓഫ് മെഷറബിൾ സെറ്റും എം ഓഫ് ഇ പ്ലസ് എക്സ് ഇസ് ഈക്വൾ ടു എം ഓഫ് ഇ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എം ഓഫ് ലാംഡ പ്ലസ് സി ഈക്വൾ ടു എം ഓഫ് സി എന്ന് കിട്ടുന്നു. ദാറ്റ്സ് ഈസ് ഈക്വൾ ടു സമേഷൻ എം ഓഫ് ഇ. പക്ഷേ നമുക്ക് ഒരു സീരീസ്
കൺവേർജൻ്റ് ആണെങ്കിൽ മെഷർ ഓഫ് സി ഓൾറെഡി 0 ആണ്. അങ്ങനെ സമേഷൻ വാല്യൂ എന്തിന് കിട്ടും? 0 എന്ന് കിട്ടും. ദെർഫോർ എം സ്റ്റാർ ഓഫ് ദാറ്റ് യൂണിയൻ്റെ മെഷർ എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഇയെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നോട്ട് ദാറ്റ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ നോട്ട് ലാംഡ പ്ലസ് ഇ. അതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ലാംഡ നോട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് -2b ഇൻ്റർസെക്ഷൻ ക്യൂ ആണ്. അതായത് ആ ക്ലോസ് ഇൻ്റർവെല്ലിലുള്ള റാഷണൽ നമ്പേഴ്സ്. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ബിയും ചൂസ് ചെയ്തു. സ്വാഭാവികമായിട്ട് സിയുടെ ഡെഫിനേഷൻ പ്രകാരം എക്സ് പഠിക്കുന്ന ഒരു ക്ലാസ് സിയിലുണ്ടാവും. അതായത് സിയിലെ ഒരു പോയിൻ്റ് ക്ലാസ്സിലായിരിക്കും എക്സ് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് സി എലമെൻറ്റ് ഓഫ് സി സച്ച് ദാറ്റ് എക്സ് മൈനസ് സി ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് സി ഈസ് എ റാഷണൽ. ഇവിടെ എക്സും ഈ സിയും രണ്ടും ഇയിലെ മെമ്പേഴ്സാണ്. സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവെൽ -b ബി ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് എപ്പോഴും എവിടെ ഉണ്ടാവുക? -2b 2bയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് സി എന്ന് പറയുന്നത് -2b 2bയിലുമാണ്. തൊട്ട് മുകളിൽ കിട്ടിയ റാഷണലുമാണ്. അങ്ങനെയാണെങ്കിൽ അത് ലാംഡ നോട്ടിലെ മെമ്പറാണ്. അപ്പോൾ എക്സ് മൈനസ് സി ഈസ് എ മെമ്പർ ഓഫ് ലാംഡ നോട്ടാണെങ്കിൽ നമുക്ക് എക്സ് ക്യാൻ ബി റിട്ടേൺ എസ് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് സി ഈക്വൾ ടു ക്യൂ ആണ്. എക്സ് ക്യാൻ റിട്ടേൺ ക്യൂ പ്ലസ് സി. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ലാംഡ നോട്ടിലെ മെമ്പറാണ്. അപ്പോൾ എക്സ് ഈസ് എ മെമ്പർ ഓഫ് ക്യൂ പ്ലസ് സി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്മോൾ ലാംഡ പ്ലസ് സി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റിലുണ്ടെങ്കിൽ ഹോൾ യൂണിയനിലും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് എക്സ് ഈസ് എ മെമ്പർ ഓഫ് എന്നോട് നൊട്ടേഷൻ ചെറിയൊരു എററുണ്ട്. എക്സ് എലമെൻറ്റ് ഓഫ് യൂണിയൻ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എക്സ് ഇയിലെടുത്തപ്പോൾ എക്സ് യൂണിയനിലുണ്ട്. ദാറ്റ് മീൻസ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി. അപ്പോൾ ഈ സബ്സെറ്റ് ഓഫ് യൂണിയൻ ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൾ ടു എം സ്റ്റാർ ഓഫ് ദി യൂണിയൻ. തൊട്ട് മുന്നേ എം സ്റ്റാർ ഓഫ് യൂണിയൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0. എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൾ ടു 0 ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ ഓൾറെഡി ഗ്രേറ്റർ ഈക്വൾ ടു 0 ആണ്. ഫ്രം ദീസ് ടു എം സ്റ്റാർ ഓഫ് ഇ ഈക്വൾ ടു 0. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇ ഈക്വൾ ടു 0 ആണെങ്കിൽ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടും. കാരണം മെഷർ ഓഫ് ഇ പോസിറ്റീവ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇങ്ങനെ കോൺട്രഡിക്ഷൻ എത്താനുള്ള കാരണം ഞാൻ സി എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്, മെഷറബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ചോയ്സ് സെറ്റ് സി മെഷറബിൾ അല്ല. അപ്പോൾ ഏതൊരു പോസിറ്റീവ് മെഷറുള്ള സെറ്റിനുള്ളിലും അതിൻ്റെ ചോയ്സ് സെറ്റ് നോൺ മെഷറബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇത് വിറ്റലി തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത തിയറം 18 പറയുന്നത്, ഈ വിറ്റലി തിയറം ഉപയോഗിച്ചാണ് തിയറം 18 പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് കൗണ്ടബിളി അഡിറ്റിവിറ്റി അതുപോലെ ഫൈനൈറ്റ് അഡിറ്റിവിറ്റി ഒന്നും എം സ്റ്റാറിനെ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. ഡിസ്റ്റോൺ സെറ്റിൽ എങ്ങനെ പറ്റണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്നു, there are disjoint sets of real numbers a and b such that m star of a union b strictly less than m star of a plus m star of b. അതായത് ഏതോ ചില സെറ്റുകൾ ഡിസ്റ്റോയിൻറ്റ് സെറ്റുകളിൽ യൂണിയൻ്റെ മെഷർ സം മെഷറും ഈക്വൽ ആവണം നിർബന്ധമില്ല, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പറ്റുമോ നോക്കാം. ഞാൻ പറയുന്നു എ ആൻഡ് ബി ആർ any two disjoint sets such that m star of a union b equal to m star of a plus m star of b ഈക്വൽ ആണെന്ന് പറയും. ഓക്കെ, ഈക്വൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. സബഡിറ്റിവിറ്റി പ്രകാരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൾറെഡി ഉണ്ട്. അതിൽ ഇക്വാളിറ്റി ഇല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഉണ്ടെന്ന് പറയുക. എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ഇക്വേഷൻ 1 കൊടുത്തു. ഈ വി എനി സബ്സെറ്റ് ഓഫ് ആർ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ ക്യാൻ ബി റിട്ടേൺ എസ് എങ്ങനെ എഴുതാം? ഏതൊരു സെറ്റിന് എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ഇയും എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റും ഡിസ്റ്റോയിൻറ്റ് സെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുകളിൽ എയും ബിയും പറയുന്ന സ്ഥലത്ത് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ഇയും എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. ഈ വി എനി സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റിൽ എ ആർബിട്രറി ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ എന്ന സെറ്റ് ഇപ്പോൾ എന്ത് സെറ്റായി മാറി? മെഷറബിൾ സെറ്റ്. അപ്പോൾ ഏത് സബ്സെറ്റ് ഓഫ് ആർ എടുത്താലും അതൊക്കെ എന്തായി മാറുന്നു? മെഷറബിളായി മാറുന്നു. പക്ഷേ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ചില സെറ്റുകൾ മെഷറബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടും. അതായത് ഇങ്ങനെ ഇക്വേഷൻ 1 കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം അല്ലെങ്കിൽ തിയറം 17 കോൺട്രഡിക്ഷനായി വരും. ഓക്കെ, താങ്ക് യു.